ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ടെഡി ബിയറിൻ്റെ തീം കേക്കാണ്. ഒരു വാഞ്ചോ ഫ്ലേവറിലാണ് അത് ചെയ്യണത്. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. കൂടാതെ ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ വാഞ്ചോ കേക്ക് ഞാൻ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈനൽ കോട്ടായിട്ട് കസ്റ്റമർ തന്നേക്കണ കളറ് ഒരു യെല്ലോ കളറും ഒരു റോസ് കളറും ആയിരുന്നു. അപ്പോൾ അത് ക്രം കോട്ട് ചെയ്തതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുത്തു. അപ്പോൾ വിപ്പിംഗ് ക്രീമിൽ 1 ഡ്രോപ്പ് യെല്ലോ കളർ ചേർത്തിട്ടാണ് ഈ ലൈറ്റ് കളർ എടുത്തേക്കണത്. അതേപോലെ തന്നെ വിപ്പിംഗ് ക്രീമിൽ തന്നെ റോസും ഞാനൊരു 1 ഡ്രോപ്പ് തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് രണ്ടും മിക്സ് ചെയ്തിട്ട് 2 പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് ചെയ്തു. പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് തോന്നാറുണ്ട്. പിന്നെ ഈ 2 കളറായ കാരണം ഇങ്ങനെ ചെയ്യണത് ഒന്നും കൂടി വൃത്തിയായിട്ട് എനിക്ക് തോന്നി. അപ്പം നല്ല ഭംഗിയായിട്ട് കേക്ക് ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വൈറ്റ് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തതിലേക്ക് 1 ഡ്രോപ്പ് ഗ്രീൻ കളറും 1 ഡ്രോപ്പ് ബ്ലൂ കളറും കൂടി ചേർത്തിട്ടുള്ളൊരു കളറാണ് എനിക്ക് കിട്ടിയേക്കണേ. അപ്പോൾ അത് ഞാൻ കേക്കിൻ്റെ ടോപ്പിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം സൈഡിലേക്ക് ഡ്രോപ്പായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൈപ്പിംഗ് ബാഗിൽ തന്നെ ഡ്രോപ്പ് ആക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് റോസറ്റ ഫ്ലവറിൻ്റെ നോസിലിൽ റോസ് കളർ ചേർത്തിട്ട് ഞാൻ ഇതേപോലെ റോസ് ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇതേപോലെ പ്രസ് ചെയ്തിട്ടുള്ള ഡിസൈനും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കേക്കിലേക്ക് ഫോണ്ടൻ്റ് വെച്ചിട്ടുള്ളൊരു ടെഡി ബിയറിനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഫോട്ടോ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഇതേപോലത്തെ മോഡൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ 2 ഹാർട്ട്സും പിന്നെ 2ൻ്റെ ഒരു ടോപ്പറും പിന്നെ കുറച്ച് ചെറിയ ഹാർട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമർ വരുന്നതിൻ്റെ കുറച്ച് മുമ്പാണ് ഞാനത് കേക്കിലേക്ക് സെറ്റ് ചെയ്തത്. അപ്പോൾ ഈ കേക്കിലേക്ക് ഈ ടെഡി ബിയറും ഹാർട്ടൊക്കെ വെച്ച് കൊടുക്കണ നേരം കൊണ്ട് നമ്മൾ സൈഡിൽ ഡ്രോപ്പ് ചെയ്താർന്ന ആ ചോക്ലേറ്റൊക്കെ കേക്ക് ബോട്ടിലേക്ക് ഒക്കെ വീണിരുന്നു. അപ്പോൾ അത് ഞാൻ കസ്റ്റമർ വരുന്നേക്കാട് കുറച്ച് മുമ്പാണ് ഞാനതിങ്ങനെ ചെയ്തത്. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല, സമയമില്ല. അപ്പോൾ അത് കാരണം ഞാൻ അവർ വന്നപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം പറഞ്ഞു. അപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല, കേക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമായി, അവർക്ക് നല്ല അഭിപ്രായമാണ് വന്നത്. കസ്റ്റമർ നല്ല അഭിപ്രായം പറഞ്ഞെങ്കിലും എനിക്കത് അത്ര അങ്ങോട്ട് തൃപ്തിയായിട്ട് തോന്നിയില്ല. ഞാൻ ചെയ്തത് എനിക്കത്ര ഫിനിഷിങ് ആവാത്ത പോലെ തോന്നി. അപ്പോൾ ഈ ലാസ്റ്റ് നിമിഷത്തിൽ ഇത് മാറ്റി ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ലല്ലോ. അവർ കൊണ്ടുപോകാൻ വരാറായി ഇരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നല്ല ഭയങ്കര ചൂടായിരുന്നു, ക്രീമൊക്കെ ലൂസായി പോകുന്നുണ്ടായിരുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം വീണ്ടും ചെയ്യേണ്ട കാര്യം ഞാൻ പിന്നെ ആലോചിച്ചില്ല, അവരോട് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ കൊടുത്തു. അപ്പോൾ ഞാൻ ചെറിയ സിൽവർ ഷുഗർ ബോൾസൊക്കെ കേക്കിൻ്റെ സൈഡിലും ടോപ്പിലൊക്കെ ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ടോപ്പിൽ പേര് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയറൊക്കെ ഒന്ന് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.